പ്രതീക്ഷിച്ചതല്ല. നമ്മളില്ലേ ഷാമിന്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ 5ന്റെ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് ഉണ്ടാവുന്നില്ല. ഞങ്ങൾ സത്യം പറഞ്ഞ പ്രതീക്ഷിച്ചതല്ല. ഞാനത് എക്സ്പെക്ട് ചെയ്യാത്തോണ്ട് എനിക്കറിയില്ല ഇങ്ങനെ നിക്കണെന്ന്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കിളി പോയിരിക്കുകയാണ്. ഇന്നലത്തെ അവസ്ഥ പറയാൻ വയ്യായിരുന്നു. ഇന്നലെ തൊട്ടപ്പാരൊക്കെ ഉണ്ട് കോൾ ചെയ്തിട്ട് പല സൗണ്ടിലായിരുന്നു. പല പലതായിട്ട് കാര്യം ഓരോ സമയത്തേക്ക് ഓരോ ഇമോഷനാണ്. അതിനനുസരിച്ച് ഞാൻ കരഞ്ഞോണ്ടിരിക്കുക. ഇന്നൊരാളെ ഇനി ചായപാത്രം പിടിച്ചത് ഇങ്ങനെ പെണ്ണ് കാണും. ഞാൻ ഏച്ചിയോട് പറയും ചെന്ന് കൊണ്ടേക്ക് ചെക്ക് മുഖത്തേക്ക് നോക്കുന്നു, 5 അങ്ങോട്ട് നോക്കുന്നു, ചെക്കൻ ഗ്ലാസ് എടുക്കുന്നു. ഇത് ശരിക്കും പ്രോപ്പർ ഒരു അറേഞ്ച് മാരേജ് ആണ് കേട്ടോ. ഞങ്ങൾ മാട്രിമോണി വഴി കണ്ട് സംസാരിച്ച് ഇപ്പൊ കുറച്ചു കാലമായി സംസാരിക്കുന്നത്. അപ്പൊ വൈബൊക്കെ ഫുൾ സെറ്റ് ആയപ്പോ ഞങ്ങൾ വിചാരിച്ച ഇനി ഫാമിലി ത്രൂ ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാന്ന്. അങ്ങനെ ഇന്ന് പെണ്ണ് കാണാൻ വരും. ചെക്കൻ നമ്മുടെ പെണ്ണിനെ കാണാൻ വേണ്ടി വരികയാണ്. വളരെ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ ചെക്കൻ ഇവിടെ എത്തുന്നതാണ് കഴിച്ച്. ഞങ്ങൾ ലേറ്റ് ആയി പോയി വരാൻ വേണ്ടിട്ട് ഇവളുടെ പണി ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ കുളിച്ചു വന്നിട്ടോ. ഇതിന് ഈ ഡ്രസ്സ് ഇടിപ്പിക്കാൻ തന്നെ ഞങ്ങൾ 1/2 മണിക്കൂർ പിന്നാലെ നടന്നിട്ട് അതുവരെ ടെൻഷൻ അടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇനിയിപ്പോ പെട്ടെന്ന് ഒരുക്കി എടുക്കണം. പിന്നെ ഭക്ഷണം കഴിക്കാനുണ്ട്. ഒരുപാട് പണികൾ ബാക്കി കിടക്കുകയാണ്. ഇനിയിപ്പോ ഒരു പണിയും കഴിഞ്ഞില്ല. കുളിച്ച് നേരെ വന്നിരുന്നത് ഫുഡ് കഴിക്കുന്നു. 10 മണിയാകുമ്പോ റെഡി ആയി ഇപ്പൊ എത്തും. ഫുഡ് കഴിച്ചോ? അയ്യോ അപ്പൊ പെട്ടെന്ന് എത്തും. എടാ 1/2 മണിക്കൂറോടെ എത്തും. അല്ല കൊയിലാണ്ടി എത്ര ദൂരം ചേച്ചിയെ? 1/2 മണിക്കൂറുള്ളൂ. പിന്നെ കുറച്ച് കറി കൂടിയോ? എങ്ങനെ വേഗം കഴിക്കരുത്. ചാറ്റുകയുണ്ട്. അറിയോ 5 ഡിഗ്രി പോയി ടെൻഷനാവുണ്ടോ? ഇവരൊക്കെ ഞാൻ വിളിച്ചു വരുത്തുന്നതന്നെ എന്തിനാ? എനിക്ക് കുറച്ച് സമാധാനം കിട്ടെ. പക്ഷെ 3 സൈഡിലും കൂടി വളഞ്ഞു നിന്ന് ആക്രമിക്കാനോ കഴിച്ചു കഴിഞ്ഞാൽ എന്താ മേടിച്ചോ? ഇനി 1/2 മണിക്കൂറിനുള്ളിൽ ചക്കര ഇവിടെ ഇല്ലല്ലോ മുടിയൊക്കെ പെട്ടെന്ന് റെഡി ആക്കണ്ട. വേറെ റെഡി ആയിക്കൂടി. റെഡിയാക്കാം, വേഗം റെഡിയാക്കാം. മുടി ഉണക്കാനുണ്ടോ? ഉണക്കാനുണ്ട്. ഉണക്കാനുണ്ട്. ഇപ്പൊ ഇവിടെ കൊണ്ടുവച്ച സാധനങ്ങളാ എല്ലാം എവിടേക്കോ പോയിട്ടുണ്ട്. ഇവിടെ ടെൻഷൻ അടിച്ചിട്ട് ഓടുന്നോണ്ടാണ് മെയിൻ ആയി. ഞാൻ എല്ലാം കൃത്യമായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയാന്നൊന്നും എനിക്ക് തലയിൽ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. അതെ നേരത്തെ ലിപ്സ്റ്റിക് കാണാട്ടെ. അത് കിട്ടിയത് അടുക്കള എന്നാ അവിടെ കൊണ്ടുവച്ചതായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു തന്നാ മതി. എന്നിട്ട് ഉണങ്ങാൻ പറ്റിയെങ്കിൽ ഉണക്കി. ഈ മുടി ആദ്യം ഉണക്കി കൊടുക്കണം. ഇങ്ങോട്ട് വാ. ഇവിടെ നിന്ന് റെഡി ആയിരിക്കും. അവിടെ എന്നാ പിന്നെ കുഞ്ഞു കണ്ണാൻ ഇങ്ങോട്ട് വാ. ആദ്യം നമുക്ക് മുടി ഉണക്കണം. എന്നിട്ട് മുടി കെട്ടണം. കണ്ണടിയില്ല എന്നാ കുറച്ച് ഇപ്പുറത്തേക്ക് വാ. എല്ലാരും കൂടി എന്റെ ആവശ്യം ഇറക്കി കഴിഞ്ഞാൽ വേറെ വഴിക്ക് പോകട്ടോ. കണ്ണോക്കെയല്ലേ? ഈ കണ്ണ് ഓക്കെയാണ്. പക്ഷെ ഈ കണ്ണൊക്കെ ഓക്കെയല്ല. ഒരു എഴുതട്ടെ. ഓക്കെ 2 വർഷല്ലേ? 2 ഒന്നാണ് ഒരേപോലെ. ഓക്കെ നോക്കട്ടെ. വേഗം റെഡിയാക്കി. നല്ല ഭംഗിയുണ്ട് കാണാൻ. സാറില്ല ഇപ്പൊ തീരും. ഒരു 3/4 മണിക്കൂർ കൊണ്ട് എല്ലാം ലെവലായി കിട്ടും. പക്ഷെ ആ സമയം മതി. ഇതൊന്ന് മോട്ടിവേറ്റ് ചെയ്യാം. ഷമിയല്ലേ പെണ്ണാളെ അതിപ്പോ ടെൻഷൻ ഉണ്ടാവും. വന്ന് കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ റെഡി ആവും. ടെൻഷൻ റെഡി ആവും. ഹായ് മുടിക്ക് പറഞ്ഞോണ്ടിരിക്കാൻ പിന്നെ ഞാൻ എന്താ ചെയ്യാ? നിയർ കാപ്പാട് റോഡ്. അപ്പൊ ഒരു 1/2 മണിക്കൂർ. 1/2 മണിക്കൂർ അല്ല,
ഒരു 10 രൂപ മിച്ചോടെത്തും. മെല്ലെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നാലും വഴിയൊക്കെ ലൊക്കേഷനൊക്കെ നോക്കു വരുമ്പത്തേക്കും അല്ല ലൊക്കേഷൻ അയച്ചു കൊടുത്താ? എനിക്ക് ടെൻഷൻ ആവുന്നു കേസ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പരിപാടിക്ക് നിന്നിട്ടില്ല. എല്ലാരും എക്സ്പീരിയൻസ് അല്ല ചെലപ്പോ ഉണ്ടാവില്ലേ മുന്നേ പെണ്ണാണ്ട് ശീല. അല്ല എന്താ അറിയോ, നമ്മൾ ഈ ഫസ്റ്റ് ടൈമിൽ കാണുന്ന പെണ്ണ് കാണലാണിത്. അതായത് വേറെ ഇതിന് മുന്നേ വേറെ അറേഞ്ച്ഡ് ആണെങ്കിലും വേറെ ചെക്കന്മാരായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം. അതെന്താ അറിയോ, ഞങ്ങളും ഇതുവരെ ഒരു പ്രോപ്പർ ഒരു ട്രഡീഷണൽ ടൈപ്പ് പെണ്ണുകാണിൽ ഇതുവരെ ആക്കിയിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് നിക്കണേ. കുറെ കല്യാണം എനിക്ക് ഭയങ്കര സന്തോഷം. എന്റെ ടെൻഷൻ ഞങ്ങൾക്ക് കാണുന്ന അങ്ങനെ ചായയും കൂടെ പോകുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടില്ല. എന്താ പറയാ, തീരെ നേരം നമുക്ക് ഇനി 10 മിനിറ്റിനുള്ളിൽ ചിലപ്പോ അവരിവിടെ എത്തും. അപ്പത്തേക്കിനും നമുക്ക് പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ പ്ലേറ്റിലേക്കൊക്കെ ആക്കി വെക്കണം. അങ്ങനെ ഏതാ ചെയ്യേണ്ടതെന്ന് അറിയാൻ അഞ്ചിന്റെ ഏച്ചും എല്ലാവരും തലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡ്രിങ്ക് അവിടെ റെഡിയാക്കി വെച്ചോണ്ട് ഏച്ചി നേരത്തെ. ഇനിയിപ്പോ പലഹാരങ്ങളെല്ലാം കൂടെ നമുക്ക് പ്ലേറ്റിലാക്കാം. പെണ്ണ് കാണാൻ എപ്പോഴും കാണുന്ന സാധനമാണ് ജിലേബി. ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. ഒരു ജിലേബി എനിക്ക് തോന്നില്ല. ടെൻഷനൊക്കെ പോട്ടെ. ഞങ്ങൾ റിഹേഴ്സലാണ്. എങ്ങനെ ഇങ്ങനത്തെ എന്റെ സാധനം എടുത്തിട്ട് ഒന്നുകൂടി അവിടെ ഇരുന്നോ. എന്റെ ശരിക്കുള്ള സ്വഭാവത്തിൽ ഞാൻ എങ്ങനെയാ പോണേ. പക്ഷെ ഡീസലായിട്ട് പോണതുകൊണ്ട് അയ്യോ എനിക്ക് വയ്യ. എന്താവുന്നത് കണ്ടായ എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് ഇതിലില്ലേ ഞാനെല്ലാവരും അല്ല നോക്ക്, ചായന്റെ ഗ്ലാസ് ഞാൻ കയ്യെ തരാം. നേരെ കൊണ്ട് മറക്കരുത് കേട്ടോ മടിയിലേക്ക്. എന്താണ് ഇതെടുത്തിട്ടെന്നാലേ പ്രശ്നം തീർന്നില്ലേ? അതൊന്ന് ഊരി കൊടുത്തേ. സെറ്റ്. ഭംഗിയുണ്ട് കുറച്ചുകൂടെ ഇട്ടെന്നാല്. എവിടെ എത്തി? എവിടെ സ്ഥലം പറ. മാവൂറോഡോ? അങ്ങനെ മാവൂറോഡ് എത്തി? കറക്റ്റ് എവിടെയാ? കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് ബോർഡിൽ വായിക്കാൻ പറ. അപ്പൊ അവിടെ ഒന്ന് വായിക്കുക ഏതെങ്കിലും ഒന്ന് ബോർഡ്. വന്നോ ശരി. എത്താനായി എത്താനായി. ഏതാനും നിമിഷങ്ങൾ. ഇല്ല കുറച്ചു നേരം വേണ്ട. ഇറങ്ങി വന്ന് അങ്ങോട്ട് പോയി അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. ഇവിടെ ഇരുന്നാ മതി. അയ്യോ ഇത് വണ്ടി വരുന്ന ശബ്ദം. അത് തല്ലുവാ. അവള് ഓടി എങ്ങട്ടാ പേടിപ്പിക്കുന്നോ? ഇവിടെ എത്താനായി ഈ ചുറ്റുപാട് തന്നെ ഉണ്ട്. ഇങ്ങോട്ട് എത്താനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ അടുക്കളയിലേക്ക് ഷിഫ്റ്റ് ആവും. ഇപ്പൊ എത്തും. കുറച്ച് നിമിഷങ്ങൾക്ക് സെക്കൻഡ്സ് മാത്രം ബാക്കി. ഇവിടെ ഫുൾ ആൾക്കാരാണ്. സച്ചിന്റെ എല്ലാ റിലേറ്റീവ്സും വന്നിട്ട് എല്ലാരും ഇവിടെ ചുറ്റുവട്ടം തന്നെയാണ് വീട്. ഞങ്ങൾ ഇവിടെ എല്ലാരും കുടുംബം തൊട്ട് എല്ലാരും അയൽവാസികളാണ്. അപ്പൊ എല്ലാരും 10-14 ആൾ ഇപ്പൊ തന്നെ കട കണ്ടോ? ഒരു മിനിറ്റ്, ബൈപ്പാസ് അല്ലേ ഇപ്പൊ? അത് അടുത്തെത്തി. ഗൂഗിൾ മാപ്പ് കഴിഞ്ഞോ? ലൊക്കേഷൻ തീർന്ന്. ഒരു മിനിറ്റ്, ഞാൻ ഉണ്ണിയാണ്ട് കൊടുക്കട്ടെ സ്ഥലം പറഞ്ഞു കൊടുക്കാൻ. ഫോട്ടോ എടുത്ത് അയക്കാൻ. ഒരു ഫോട്ടോ എടുത്ത് അയക്കോ? ഇവിടെ അടുത്തെത്തി. ഇപ്പൊ വരും. ടെൻഷനാണ്. അത് വഴി കൈയൊക്കെ തണുത്ത് മാപ്പ് തീർന്നു കഴിയുന്നു. ഒന്നും ചെയ്യണ്ട, അവരോട് എത്തിക്കോളും. കണ്ടോ പറഞ്ഞു പേടി. ഞാൻ മിണ്ടാന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പേടിക്കണ്ട എന്ന് പറയുമ്പോ നിന്റെ കാറ്റ് പോകും. ഇതിന്റെ പുറത്ത് നിൽക്കുന്നേ എനിക്ക് പേടിയാണ്. എനിക്ക് കുറച്ച് കാറ്റും വിളിച്ചും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ. കുറച്ചുകൂടെ കുടിച്ചോ? മതിയോ? കുട്ടികൾ വരെ
എനിക്ക് സ്വയം തരുന്നില്ല. നമുക്ക് ചായ കൊണ്ടുപോകുമ്പോ നിലത്ത് വരുന്ന ചായ എനിക്ക് പേടിയുണ്ട്, സത്യം പേടിയുണ്ട്. വേറെ ആരെയും കൂടി കൊടുക്കുവോ? അത് പറ്റില്ല, ഈ തന്നെ കൊടുക്കണം. ചെക്കൻ വന്ന് guys, ചെക്കൻ വന്ന്. എനിക്ക് ടെൻഷൻ ആവുന്നു. കൊണ്ട ചായ ഞാൻ കൊണ്ട് കൊടുത്തു. ചായ എടുക്കട്ടെ, കൊണ്ട് കൊടുക്കട്ടെ. ചായ കൊടുത്ത പണി തീർന്നല്ലോ. ചായ തിളയ്ക്കാനാ? ആയി അടിപൊളി. ചായ തിളയ്ക്കാൻ വേണ്ടി കത്തിക്കാണ് ഗൈസ്. അതൊന്നും പറ്റില്ല. പോയി ചോദിക്കാം അമ്മേൻ്റെ അടുത്ത്. പോയി ചോദിക്കാം. മേലെ പോയാണ്. അല്ല മേലെ പോവും. ഉണ്ണിയേ കൊണ്ടു ഞാനറിയോ വീട് അറിയോ സ്ഥലം ഗൈസ് ഇവർ രണ്ടുപേരും ഇനി താഴത്തേക്ക് വിളിക്കുക. കാരണം ഫുഡ് കഴിക്കാനായിട്ടുണ്ട് കേട്ടോ. ഹായ്, ചായ കുടിക്കാൻ താഴത്തേക്ക് വിളിക്കുന്നുണ്ട്. ബാ പോര്. ഇനി നമുക്ക് ചായ കുടിക്കാം ഗൈസ്. ചായ വേറെ ആരോ കൊണ്ട് കൊടുത്തു. ഇവിടെ റിഹേഴ്സലൊക്കെ ചെയ്ത് നിൽക്കുന്നു. ചായ കുടിക്കേണ്ടി വരും. ഞാൻ സമാധാനത്തിലൊന്നും നിൽക്കുക. റിഹേഴ്സലൊക്കെ ചെയ്ത് നിൽക്കുക.
എന്നാ ഞാൻ പിന്നെ എടുത്തോളാം. 5 എനിക്കരുത് അവിടെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ജിലേബി തിന്നുന്നു. ഇതൊക്കെ ഇത്രയും പേരുണ്ടാവും ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവിടെ അങ്ങനെ നമ്മൾ ഇനി തറവാട് കാണാൻ വേണ്ടിയിട്ട് ചെക്കനെയും ഫാമിലിനെയും കൊണ്ടിട്ട് അപ്പുറത്തേക്ക് പോകണ്ട. അധികമൊന്നുമില്ല, 2 വീട് അപ്പുറത്ത്, അത്രേ ഉള്ളൂ. ഓ ചെക്കനെ വിളിക്ക്. ഇവിടെ കാരണന്മാരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, അടുത്ത സ്റ്റെപ്പുകളിലേക്ക് ഇങ്ങനെ കടക്കാതൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്നതിന്റെ ഡേറ്റ്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഡേറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള കുടുംബത്തിന്റെ എന്തൊക്കെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് പെണ്ണിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അവർ ഓക്കെയാണ്. ഇനി അങ്ങോട്ടേക്ക് വരുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. ഇവളെ ഇമ്മാതിരി പേടി ഇതൊക്കെ ഉണ്ടാവുന്ന ഞങ്ങൾ സത്യം പറഞ്ഞ പ്രതീക്ഷയില്ല. ഇത് കിടുകിടാതെന്ന് വർക്കുക. ഇതിങ്ങനെ എന്താ പറയുക സംഭവം, ഇവരെന്തെങ്കിലും കാര്യം വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ജിൽജിലായി നിന്ന് അങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ നമുക്ക് വരുമ്പോൾ ഒരു ആദ്യമായിട്ടല്ലേ, അപ്പൊ അതിന്റെ പേടി എന്തായാലും ഉണ്ടാവില്ലേ. ആ ഒരു ടെൻഷനാണ് എനിക്ക്. ഞാൻ റാങ്ക് വന്നിട്ടില്ല, ഞാൻ പാവ അതും പേടിച്ച് നിൽക്കുക. അതിനൊക്കെ ഞങ്ങളെ കംഫർട്ട് ആക്കിയതുള്ളൂ. എഴുതിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു ചെയ്തില്ല. സല്ലൂന് എക്സ്പ്രസ് അവിടെ നിന്ന് മാറ്റിയത് തന്നെ ഞാൻ ചെയ്തു. അവിടെ നോക്കിയോ, ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കി. അനിയ വന്നില്ല. അഞ്ചിക്കിപ്പോ ടെൻഷനായിട്ടാ. ഇവളെങ്ങനെയൊന്നുമല്ല. നല്ല ചെക്കൻ്റെ ആൾക്കാരെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു കഴിച്ച് ഇവിടെ നല്ല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പോകുന്ന ആൾക്കാരെ ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കഴിച്ച് നമ്മൾ. എൻഗേജ്മെന്റ് വരെ എത്തി. ജൂണൊക്കെ പറയുന്നുണ്ട് ജൂലൈയിലാ. ജൂണൊക്കെ പറയുന്നുണ്ട് ജൂലൈയിലാ. അപ്പൊ എന്റെ മുന്നേ 5-നുണ്ടാവോ ചിലപ്പോ? അടിപൊളി. നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ആഘോഷിക്കാം. ജൂണ് കഴിഞ്ഞ ഒരു ഞായറാഴ്ച ജൂലൈയിൽ ഞായറാഴ്ച ഉണ്ടല്ലോ. ജൂണിലെ എൻഗേജ്മെന്റ് ആണ്. പെണ്ണുണ്ട് പോയിട്ടില്ല, എന്താ നടക്കുന്നത് എനിക്കറിയില്ല. എല്ലാരും നല്ല വൈബിലാണ്. വീട് അങ്ങനെ നമ്മൾ
അഞ്ചിനെ പെണ്ണൊക്കെ കണ്ടു പോയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര വൈബ്. എല്ലാരും ഭയങ്കര എപ്പോഴാണ് ഇനി അങ്ങോട്ട് പോകുന്നത്, എത്ര ആൾക്കാരാണ് എന്നൊക്കെ ഇത്രയും നേരം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കും. പരിപാടിക്കുള്ള ഡ്രസ്സ് വരെ അവിടെ ഫിക്സ് ചെയ്തു. ഏതാ ഡ്രസ് ഏതാ കളർ എന്ന് വരെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാരും കൂടി സ്ഥലം എല്ലാം വളരെ പെട്ടെന്ന് എല്ലാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഫാമിലി ഈ ഫാമിലി പെട്ടെന്ന് ബ്ലെൻഡ് ആവുകയും ചെയ്തു അല്ലേ? അത് പെട്ടെന്ന് പിന്നെ എല്ലാരും നമ്മള് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ എല്ലാരും ഒരുമിച്ചിരുന്ന് ഏതാരെവിടന്ന് വന്നതാന്ന് അങ്ങനെ മനസ്സിലാവാത്ത രീതിയിൽ ഫുള്ള് ബ്ലെൻഡ് ആയ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് ഇത്രയും പേടിച്ച് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഈ കുട്ടീനെ ഇത്രയും പേടിച്ചിട്ട്. അങ്ങനെ പേടിച്ച് ഫുള്ള് കയ്യൊക്കെ ഫുള്ള് തണുത്ത് മരവിച്ച് കയ്യൊന്നും പോയി പേടിക്കില്ല അത് ഇങ്ങനെ തൊട്ടപ്പോ ഞാൻ തന്നെ പേടിച്ചു. ഇപ്പൊ നമ്മൾ കണ്ട ഡേറ്റ് ജൂൺ 30 ജൂലൈ 7 ആണ് എൻഗേജ്മെന്റിന് കണ്ട ഡേറ്റ്. അപ്പൊ ഇതിൽ ഏതാന്ന് ഉറപ്പിച്ചിട്ടില്ല. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം എൻഗേജ്മെന്റ് നടക്കുന്നതായിരിക്കും. അപ്പൊ അതിന് മുന്നേ ഒരുപാട് പരിപാടികളുണ്ട്. അങ്ങോട്ട് ചെക്കന്റെ വീട് കാണാൻ പോവാനുണ്ട്. അങ്ങനത്തെ ഒരു ചടങ്ങുണ്ട്. ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ അങ്ങോട്ടേ കാണാൻ പോകുന്നതുണ്ട്. പിന്നെ അവിടെ ഇങ്ങോട്ട് വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. പിന്നെ ചെക്കന്റെ വീട് കണ്ണൂരാണ്. ചെക്കന്റെ വീട് കണ്ണൂരാണ്. അതാണ് ഹൈലൈറ്റ്. പക്ഷെ നമുക്ക് വേഗം എപ്പോഴും പോയി വരാൻ പറ്റുന്ന ദൂരമാണ്. എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. അത് നമ്മള് എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് ഷാമിന്റെ കല്യാണം കഴിഞ്ഞ ഷാമി പോവോ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിഷമോ. അഞ്ചിന്റെ ആ റീൽ ഇറങ്ങിയതിന് ശേഷം കുറെ കമന്റ്സ് ഉണ്ട്. അഞ്ചിന്റെ കല്യാണം കഴിഞ്ഞ് അഞ്ചി പോവോ. ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ എന്താക്കിയാലും ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങൾ നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സന്തോഷമായി. എല്ലാരും ഇരുന്ന് സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് നല്ലൊരു സമാധാനം ഉണ്ട് അല്ലേ? അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ബാക്കിയുള്ള വീഡിയോസിൽ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇതിന്റെ കൂടെ ഞാൻ ഉമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉമ്മ അവിടെ ഭയങ്കര ഹാപ്പി ആയിരിക്കുകയാണ്. ഇനി ഞാൻ നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിലാണ്. അതെ, മമ്മീനെ വിളിച്ച് ഞാനും കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിവിടെ എന്തൊക്കെയാണ് ഇവര് രണ്ടുപേരും എന്തൊക്കെയാ നടക്കുന്നത് അറിയാനുള്ള ഒരു എല്ലാരും കൂടെ പോയി, അതായത് മമ്മിയാണെങ്കിൽ ഉമ്മയാണെങ്കിൽ ഞങ്ങൾ എല്ലാരും ഒന്നിച്ചിരിക്കുമ്പോൾ കഥ കേൾക്കാനായിരിക്കും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ഫോട്ടോസ് ഒക്കെ കാണിച്ചെടുക്കാണ്ട് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ സെൽഫി എടുത്ത് സെൽഫിയുടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ ഉണ്ടാവും. അപ്പൊ ബൈ.